നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുക്കളയിൽ സുപരിചിതമായ കോളിഫ്ലവറിനെയാണ് ഇന്നത്തെ തൊടിയിലെ ചെടിയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ബ്രാസിക്കേസി ഫാമിലിയിൽപ്പെടുന്ന ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം ബ്രാസിക്ക ഒളറേറിയ ബ്രോട്ടൈറ്റിസ് എന്നതാണ്. യൂറോപ്പിൽ ജന്മമെടുത്ത ഒരു പച്ചക്കറി വിളയായ ഇത് കാബേജിൻ്റെ ജനുസിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരാണ് ഇവ ഇന്ത്യയിലെത്തിച്ച് കൃഷി ചെയ്തു തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു. സാധാരണയായി ഏകവർഷ സസ്യമായ ഇത് യൂറോപ്പിലും മറ്റും ദ്വിവർഷിയായും കാണപ്പെടുന്നുണ്ട്. ഇവയുടെ കാണ്ഡങ്ങൾ വളരെ നീളം കുറഞ്ഞതായിരിക്കും. ഏകദേശം 10 സെൻറ്റിമീറ്റർ വരെ മാത്രമേ ഇവയ്ക്ക് ഉയരം കാണുകയുള്ളൂ. ഇവയുടെ ഇലകൾ തിളക്കവും നീല കലർന്ന പച്ച നിറത്തിലുള്ളവയുമായിരിക്കും. ഇവ ഏകാന്തരമായും സർപ്പിളമായും വിന്യസിച്ചിരിക്കുന്നു. ഇവയുടെ ഇലയുടെ അഗ്രങ്ങൾ വൃത്താകൃതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇവയുടെ ഇലഞ്ഞെട്ടുകൾ നീളം കൂടിയതും തടിച്ചതുമായിരിക്കും. അവ തന്നെ ഇവിടെ മുകളിലുള്ള ഇലകൾ പൂങ്കുലയെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇവ വിന്യസിച്ചിരിക്കുന്നത്. ഇവയുടെ പത്രപാളികളുടെ പുറത്ത് മെഴുകുപോലെയുള്ള ഒരു ആവരണവും കാണപ്പെടാറുണ്ട്. ഇവയിലെ വന്ധ്യങ്ങളായ പൂക്കളും മൊട്ടുപ്രായത്തിൽ തന്നെ വളർച്ച മുരടിച്ച പൂക്കളും കൂടി ചേർന്ന് പൂങ്കുലയായിട്ടുള്ള ഭാഗമാണ് നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ട് ഉപയോഗിക്കുന്നത്. പച്ച കലർന്ന വെള്ള, പർപ്പിൾ എന്നീ നിറങ്ങളിൽ കോളിഫ്ലവറുകൾ സാധാരണയായിട്ട് കാണപ്പെടാറുണ്ട്. ഇവ ഔഷധ യോഗ്യമായിട്ടും ഉപയോഗിച്ചു വരുന്നു. പ്രമേഹ രോഗത്തിന് ഒരു ഉത്തമ ഔഷധമാണ് കോളിഫ്ലവർ. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻ, ഇരുമ്പ് എന്നിവ ധാരാളം ഇവയിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇവയിൽ കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വാതഹര ഔഷധം കൂടിയാണ് ഈ കോളിഫ്ലവർ. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കും. ഈ കോളിഫ്ലവർ ശരിക്കത് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഒരു ചെടിയല്ല, അതൊരു ഫലമാണ്, കഴിക്കാൻ പറ്റിയത്. ഒരു ഇതിലെ വകുപ്പിൽ പെടുത്തുക എന്ന് പറഞ്ഞ സംശയമാണ്. ഇലക്കറികളിൽ പെടുത്തണോ അതോ മറ്റുള്ള ശാഖത്തിൽ പെടുത്തണോ? പക്ഷേങ്കിൽ ഈ കോളിഫ്ലവറിൻ്റെ ഗുണം എന്താ വെച്ചാൽ അത് ശരീരത്തിന് ചൂടാക്കും. അത് ഈ തണുപ്പ് രാജ്യത്താണ് അത് അധികം ഉണ്ടാവുക അതിൻ്റെ ഗുണം. അപ്പോൾ ശരീരം പുറമേ തണുത്തിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒന്ന് ചൂട് ഉണ്ടാക്കാൻ ഇതിൻ്റെ ഈ കറി അല്ലെങ്കിൽ ഇത് വേവിച്ച് കഴിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ ശരീരം തണുത്തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കയ്യും കാലും ഈ കോച്ചുന്ന സ്ഥിതിയിൽ വരുമ്പോൾ ഈ കോളിഫ്ലവർ അരച്ച് ലേപനം ചെയ്ത് കഴിഞ്ഞാൽ കോച്ചിൽ കുറച്ച് നിൽക്കും. ചില ആൾക്കാർക്ക് ഈ കാഫ് മസിൽ കോച്ചിലുണ്ട്, അതായത് ഇതിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി മൂലം മസിൽ ഇങ്ങനെ ക്രാംസ് വരുമ്പോൾ ഈ കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ അരച്ച് ലേപനം ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കുറയും. പിന്നെ ഈ തണുപ്പുള്ള സമയത്ത് അകത്തേക്ക് കഴിച്ചാൽ മിതമായി അകത്തേക്ക് കഴിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ശാഖമാണ്, ഒരു കറിയാണ്.